കലിക ജ്യോതിഷൻ്റെ പ്രണാമം. ഇപ്പം ഞാൻ ഈ മാസം നമ്മുടെ ചിങ്ങം പറക്കാൻ പോവുകയാണ്. ഇപ്പം ചിങ്ങമാസം ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മാസഫലം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ 17-ാം തീയതി ചിങ്ങം 1 അപ്പം 17-ാം തീയതി ചിങ്ങം 1 മുതൽ പിന്നെ അടുത്തത്, അതായത് ഇപ്പോൾ ആഗസ്റ്റ് 17 ആകുമ്പോഴാണ് ചിങ്ങം തുടങ്ങുന്നത്. അത് സെപ്റ്റംബർ 16, 17 വരെ ഉള്ള ഫലമാണ് ഈ പറയുന്നത്. അപ്പം ആഗസ്റ്റ് 15-ന് ശേഷവും സെപ്റ്റംബർ 15 വരെ ഉള്ള ഫലമാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അത് ഒരുപാട് പേര് ഇതുപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായും കാതലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പേരും ഗോചരശാസ്ത്ര പ്രകാരമാണ് പറയുന്നത്. 2.25 നക്ഷത്രം ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. മേടരാശി, ഇടവരാശി അങ്ങനെ പോകുന്നത്. കലിക ജ്യോതിഷത്തിൽ ദശാനാഥൻ സഹോദര നക്ഷത്രങ്ങൾ, അതായത് ഒരേ ദശാകാലത്ത് ജനിക്കുന്ന സഹോദര നക്ഷത്രങ്ങളുടെ ഇത് വെച്ചിട്ടാണ് കലിക ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഗോചരശാസ്ത്രത്തെക്കാളും കൂടുതൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ദശാകാലനാഥന്മാരെ വെച്ചിട്ടുള്ളതിൽ പറയാൻ പറ്റും. അത് അനുബന്ധ നക്ഷത്രമാണ്. അത് പോരാത്തതുകൊണ്ട് അതിന് സഹോദര നക്ഷത്രങ്ങൾ എന്നുകൂടെ പറയും. ഇപ്പം നമ്മളൊരു വഴിപാട് കഴിക്കുകയാണെങ്കിലും അനുബന്ധ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ സ്വന്തം നക്ഷത്രത്തിൽ ഉള്ള വരുന്ന ദിവസങ്ങളിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പവർ കുറച്ച് കൂടുതലായിരിക്കും. അതാണ് അനുബന്ധ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ദശാനാഥനായ കേതുദശ തൊട്ടാണ് തുടങ്ങുന്നത്. അതിൽ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. അത് 3 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വതി, മകം, മൂലം. ഇതിനകത്ത് അശ്വതിക്ക് കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു മാസമാണ് ചിങ്ങമാസം. അത് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കും, ധനചോർച്ച വരും, ശത്രുഭാവം വരും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കണം. പിന്നെ മകത്തിന് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് മകം വരുന്നത്. അതുകൊണ്ട് ചിങ്ങരാശി അവർക്ക് ഗംഭീരമായിരിക്കും. അവർക്ക് സകല സൗഭാഗ്യങ്ങളും വരും. വീട് വയ്ക്കാനുള്ള യോഗം, വാഹനം വാങ്ങിക്കാനുള്ള യോഗം, തൊഴിൽ മേഖലയിൽ പുരോഗതി, അങ്ങനെ എല്ലാം അവർക്ക് ഈ മാസം പൊതുവെ സന്തോഷം നിറഞ്ഞൊരു മാസമായിരിക്കും. കണ്ടകശനി കാലമാണെങ്കിൽ പോലും അവർക്ക് ഈ ചിങ്ങൻ്റെ രാശിയിലാണ് അവരുടെ മകനക്ഷത്രം വരുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വളരെ നല്ലതായിട്ടായിരിക്കാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ മൂലനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവർ കേതുവിൽ ജനിക്കുന്നു. പക്ഷെ മൂലനക്ഷത്രത്തിന് അവർ കൊടുക്കൽ വാങ്ങലുകൾ ഒഴിവാക്കണം. ആർക്കും ധനസഹായം ചെയ്തിട്ട് ശത്രുത വിളിച്ചു വരുത്താതിരിക്കണം. കയ്യിലുള്ള ധനം ചോർന്നു പോവാതെ ഇരിക്കണം. പിന്നെ വന്നിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കടം മേടിക്കാതിരിക്കണം. ഈ മാസം ലോണ് കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശുക്രനിൽ ജനിച്ച ഭരണി, പൂരം, പൂരാടം. അതിൽ ഭരണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സന്തോഷജനകമായിരിക്കും. പക്ഷേ അല്പസ്വല്പ ഭീതിയും ഭയമൊക്കെ ഉണ്ടാവും. ഇണകളുമായിട്ട് ഉടക്കയും കാര്യങ്ങളൊക്കെ ചെയ്യും. കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉള്ളവരാണ് ഇവരെ സംബന്ധിച്ചോളം വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവർ മനസ്സ് ശാന്തമായിരിക്കണം. നല്ല സംഗീതങ്ങൾ കേട്ടുകൊണ്ട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകണം. പിന്നെ 90% ഭരണിയും അവർക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും, തലവേദന അങ്ങനെയൊക്കെ ഉള്ളത്. അത് 90% ഭരണിക്ക് ഉള്ളതാണ്. സൈനസൈറ്റീസ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഇവർക്കുണ്ട്. ഇവർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ കാണും. അപ്പം ഭരണി മനോനില വ്യക്തമായിട്ട് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് നല്ലതാണ്. ഇവർക്കിപ്പോൾ കണ്ടകശനിയാണെങ്കിൽ പോലും ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത്. ഇവർ ചിങ്ങരാശിയിലാണ് വരുന്നത് പൂരം. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഗംഭീരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ചിങ്ങമാസം. ഇഷ്ടവിഭവങ്ങൾ ഭക്ഷിക്കാനുള്ള യോഗം, സൗഭാഗ്യങ്ങൾ, സന്താനങ്ങളെ കൊണ്ട് ഗുണം, സർവ്വ ഐശ്വര്യ ഫലസിദ്ധി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂരാടത്തിനെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ അസുഖങ്ങളാലൊക്കെ ഈ സമയം ബുദ്ധിമുട്ടിക്കും. തണുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ധനം ചോർന്നു പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കൂടെ നിൽക്കുന്നവർ ധനം ചോർത്താനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് പൊതുവെ കാണുന്നത്. പിന്നെ ഇനി അടുത്ത വരാൻ പോകുന്നത് കാർത്തിക ഉത്രാടമാണ്. അതിൽ കാർത്തിക നക്ഷത്രം ഇവർക്ക് 3 പേർക്കും ഗംഭീരമാണ്. അതിൽ കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാസമാണ്. ധനം പ്രതീക്ഷിക്കാത്തിടത്തു നിന്നൊക്കെ ധനം കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള ചാൻസ്, അങ്ങനെയൊക്കെ കുറേ സന്തോഷകരമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഇവർ സൂര്യദശയിലാണ് ജനിക്കുന്നത്. കാർത്തിക ഉത്രാട സൂര്യദശയിലാണ് ജനിക്കുന്നത്. അപ്പം ചിങ്ങമാസത്തിന് അധിപൻ സൂര്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. കലിക ജ്യോതിഷത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലൂടെ
കാൽക്കുലേഷനിലൂടെയാണ് പറയുന്നത്, അല്ലാതെ വായി തോന്നുന്നതല്ല പറയുന്നത്. പെർഫെക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കാർത്തികയ്ക്ക് വളരെ നല്ല സമയമാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഉത്തരമാണ്. ഉത്തര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ചില അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കുമെന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സന്തോഷജനകമാണ്. അവർക്ക് പുതുവസ്ത്രങ്ങൾ കിട്ടും, അവർക്ക് സമ്മാനങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട്, അവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. അവരെ സംബന്ധിച്ചോളം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്രാടമാണ്. ഉത്രാടം അഭിജിത്ത് നക്ഷത്രമാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഫലങ്ങൾ അവിടെ സംഭവിക്കാം. അതുകൊണ്ട് പകുതി ഇവർക്ക് നല്ലതായിരിക്കും, പകുതി ഭാഗം ഇവർക്ക് പ്രയാസമായിരിക്കും. അത് ഇവരെ സംബന്ധിച്ചോളം ഒരു കാര്യം തന്നെയാണ്. ഇവർക്ക് ശത്രുക്കളുണ്ടാവും, ഇവർ നല്ലത് പറഞ്ഞാലും മോശമായിട്ട് കാണും. പിന്നെ ഇവർക്ക് പണത്തിനോടുള്ള സ്നേഹം വർദ്ധിക്കും. പൊതുവേ ഇവർക്ക് ഉത്രാടം നക്ഷത്രത്തിന് പണത്തിനോട് അമിതമായിട്ട് സ്നേഹമുള്ള ഒരു വിഭാഗമാണ്. അവർക്ക് സമ്പത്ത് എപ്പോഴും വേണം, ഇവർക്ക് എപ്പോഴും കടവും ദാരിദ്ര്യമൊക്കെ വന്നു കയറുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ പണത്തിനോട് ആർത്തി കാണിക്കും. പക്ഷേ ആ ആർത്തി കാരണം ഇവർക്കുള്ളതും കൂടെ നഷ്ടപ്പെടാനുള്ള ചാൻസേ ഉള്ളൂ. അത് ഇവരുടെ ഒരു ഭാഗമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രദശയിലുള്ള രോഹിണി, അത്തം, തിരുവോണം. അതിനകത്ത് രോഹിണിയെ സംബന്ധിച്ചോളം അവർ കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞൊരു മാസമാണ്. ഇവർക്ക് വീഴ്ച അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കണം. ഇവർ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർക്ക് കള്ളത്തനങ്ങളിലൂടെ പ്രോബ്ലം വരുന്ന അണ്ടർ കട്ടിങ് ഒന്നും വരാൻ പാടില്ല, കുറുക്കു വഴികളൊന്നും തേടാൻ പാടില്ല. ഇവർക്ക് പൊതുവെ ഇവരുടെ കാര്യങ്ങളിൽ കുറച്ച് അസ്വസ്ഥത ഉള്ളൊരു മാസമാണ് ചിങ്ങമാസം. അതുപോലെ തന്നെ ഇവരുടെ അത്ത നക്ഷത്രത്തിന് ഇവരുടെ ലാഭേച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച് പ്രയാസങ്ങൾ വരുത്താതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ബന്ധുബലത്തിൽ വിള്ളൽ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. കുടുംബത്തിൽ കലഹങ്ങൾ വരാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ധനം തടസ്സപ്പെടും, തൊഴിലെടുത്ത് പ്രോബ്ലങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, സമാധാനക്കേട് വരാനുള്ള ചാൻസസ് ഉണ്ട്, ശത്രുക്കൾ വർദ്ധിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുജലിലുള്ള മകീരം, ചിത്തിര, അവിട്ടം. അതിൽ മകീര നക്ഷത്രത്തിന് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാം. മകീരത്തിന് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അവർ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പോരാത്തണ്ട് ഇവർ ധനം ഒരുപാട് ചിലവാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർക്ക് ധനചോർച്ച വരാനുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പെൺകുട്ടികളാണെങ്കിൽ അമ്മയുമായിട്ട് കലഹിക്കാനുള്ള യോഗമുണ്ട്, ആൺകുട്ടികളാണെങ്കിൽ അച്ഛനുമായിട്ട് കലഹിക്കാനൊക്കെ ഉള്ള യോഗമുണ്ട്, കുടുംബത്തിൽ സമാധാനം തകരാനൊക്കെ ഉള്ള യോഗം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിങ്ങമാസം. പിന്നെ വരുന്നത് ചിത്തിരയാണ്. ചിത്തിരയെ സംബന്ധിച്ചോളം വാ കൊടുത്ത് അടി വാങ്ങിക്കുമെന്ന് പറയും പോലെ വാക്കുകൾ പിഴയ്ക്കും. വാ തുറന്ന് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവർക്ക് ശത്രുക്കൾ കൂടാനുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് കാണുന്നത്. പക്ഷെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് പ്രയാസം വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കേണ്ടതായിട്ട് വരും അസുഖങ്ങളാൽ. പിന്നെ വരുന്നത് അവിട്ടമാണ്. അവിട്ടത്തിനെ സംബന്ധിച്ചോളം അവർക്ക് പൊതുവെ മനസ്സമാധാനക്കേടുണ്ടാവും, കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരുടെ തൊഴിലിടത്ത് അലസത വന്നിട്ട് ഇവർക്ക് മെമ്മോ വല്ലതും കിട്ടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഗവൺമെൻറ് ജോലിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് കാത് കൊടുത്ത് അവരുടെ രീതിക്കനുസരിച്ച് തഴന്താരാതിരിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര, ചോതി, ചതയം. അതിൽ തിരുവാതിരയെ സംബന്ധിച്ചോളം ഇവർക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. തിരുവാതിര പണത്തിൻ്റെ പുറകെ പോകരുത്, പോയി പേരുദോഷം വരുത്തി വയ്ക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കൈക്കൂലി ഒന്നും വാങ്ങാതിരിക്കണം. പിന്നെ സിനിമാ മേഖലയിലുള്ള കലാകാരന്മാർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞാൽ ചോതിയാണ്. ചോതി നക്ഷത്രത്തിനെ സംബന്ധിച്ചുള്ള ശത്രുക്കൾ വളരെയധികം കൂടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. വായെടുത്ത് പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്നുവിട്ട് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയുണ്ട്. ഇവർ മനസ്സിലൊന്ന് വിചാരിക്കും, വെളിമേ പറയുന്നത് വേറൊന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കുറച്ച് പ്രയാസങ്ങൾ വരും. പിന്നെ ചതയ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ചതയ നക്ഷത്രത്തിന് സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ ഉയരും, സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. പക്ഷെ ചില്ലറ അസുഖങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ ഇവർ വളരെ ശ്രദ്ധിക്കണം. വല്ലവരുമൊക്കെ ഇങ്ങോട്ട് വന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കും, ചുമ്മാ പോയാലും കുതിര കയറാൻ വരുമെന്നുള്ള രീതിയിലാണ് ഈ മാസം ഇവരുടെ ശത്രുക്കൾ വർദ്ധിക്കും. അപ്പം എന്നാലും ഇവരുടെ രാഹുറിൽ ജനിച്ചവർക്ക് ശത്രു സംഹാരമാണ്. ശത്രുവിനെ അമർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ശത്രുവിനെ ഒതുക്കാനോ ഇവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അത് ഇവർ രാഹുറിലാണ് ജനിച്ചിരിക്കുന്നത്. സർപ്പമാണ് ഇവരുടെ ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമുള്ള കാര്യമല്ല. എങ്കിലും ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൂടെ നിൽക്കുന്നവരെ പറ്റിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത്
പുണർദം വിശാഖം പൂരിരുട്ടാതി. അതിൽ പുണർദത്തിനെ സംബന്ധിച്ചോളം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നല്ല വീട്, വാഹനം, സൗഭാഗ്യം, ഐശ്വര്യമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. പാസ്സാവാതെ കിടക്കുന്ന ലോണുകളൊക്കെ അവർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. വിദേശത്ത് പോകുന്നവർക്കും വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പിന്നെ വിശാഖ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം വിശാഖ നക്ഷത്രത്തിന് വാക്കുകൾ സൂക്ഷിച്ച് പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ശത്രുക്കളുണ്ടാവും. നിങ്ങളുടെ ശത്രുക്കൾ സൈലൻറ്റ് കില്ലർമാരാണ്. നിങ്ങളുടെ കൂടെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങൾ പറയുന്ന മറ്റുള്ളവരടുത്ത് പറഞ്ഞ് നിങ്ങളെ ശത്രുതയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വളരെ 2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം ചെയ്യാവൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എടുത്തു ചാടി പ്രവർത്തിക്കരുത്. വളരെ ഗുരു ഉപദേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൂരിരുട്ടാതി. പൂരിരുട്ടാതിയെ സംബന്ധിച്ചോളം കുറച്ച് പ്രയാസമുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങൾ വരും. പിന്നെ വന്നിട്ട് വീട്ടിൽ അല്ലറ ചില്ലറ വാക്ക് തർക്കങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഡൈവേഴ്സ് കേസുകൾ ഫയൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. പോരാത്തതുകൊണ്ട് ഇവർ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് വഴക്കും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് നേരിടേണ്ടതായിട്ട് വരും. ഇൻസൾട്ടിങ് ഒക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് പൂയം, അനിഴം, ഉത്രട്ടാതിയാണ്. പൂയം, അനിഴം, ഉത്രട്ടാതിയിൽ പൂയത്തിനെ സംബന്ധിച്ചോളം പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ രോഗങ്ങളാൽ കുറച്ച് ബുദ്ധിമുട്ടിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അസുഖങ്ങൾ പ്രയാസപ്പെടുത്തും. അത് ഇവരൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ്. ധനശേഷി ഉയരും, ധനപരമായ ഉയർച്ച ഉണ്ടാവും. തടഞ്ഞു വച്ചിരിക്കുന്ന ധനങ്ങൾ പോലും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. തർക്കങ്ങൾ ഒഴിവാകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് അനിഴമാണ്. അനിഴത്തിനെ സംബന്ധിച്ചോളം കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു മാസമായിട്ടാണ് വരുന്നത്. ഈ സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനോ തൊഴിലില്ലാതിരിക്കാനോ ഒക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ധനശേഷിയിൽ കമ്മി വരും, ധനശേഷിയിൽ കുറവ് വരും, സാമ്പത്തിക സ്ഥിതിയിൽ പ്രയാസം വരും. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇണകൾ തമ്മിൽ കൊമ്പ് കോർക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് പൊതുവെ കാണുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിന് ചില അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാവും. പക്ഷേ നമ്മൾ ആർക്ക് വേണ്ടി അവരെന്ത് ചെയ്താലും അവർക്ക് തിരിച്ചടികൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഉത്രട്ടാതി നക്ഷത്രം പൊതുവെ ഈ മാസം വളരെ ശ്രദ്ധിക്കണം. എങ്കിലും അവർക്ക് സാമ്പത്തിക സ്ഥിതി വരും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത്. മക്കളുമായി കൊമ്പ് കോർക്കാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആയില്യം കേട്ട രേവതി. ബുധനിലുള്ള ആയില്യം കേട്ട രേവതിയാണ്. അതിൽ ആയില്യത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ചികിത്സ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് ആരോഗ്യസ്ഥിതിയിൽ രോഗങ്ങൾ വരാതെ, ബുദ്ധിമുട്ട് വരാതെ നോക്കണം. വേറെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് സന്തോഷജനകമായ ഒരു മാസം തന്നെ. അവർക്ക് വർഷങ്ങളോളം അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവാനൊക്കെ ഉള്ള ഒരു കാലമായിട്ടാണ് പൊതുവെ കാണുന്നത്. പൊതുവെ അവർക്ക് നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത്. കേട്ട നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർ ഈ എരന്ന് വാങ്ങുമെന്ന് പറയും പോലെ വടി കൊടുത്ത് അടി വാങ്ങുന്ന സ്വഭാവമായിരിക്കും ഇവർക്ക് കൂടുതലും. ഇവരതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത്. ജോലി സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈ മാസം കടമൊന്നും വാങ്ങാൻ നിൽക്കരുത്. കടം വാങ്ങിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്ടർ മൊത്തം തകിടം മറിയും. പലിശക്കാരും മറ്റുള്ളവർ പലിശയ്ക്ക് വലിയ വാങ്ങുകയാണെങ്കിൽ അവർ വന്ന് വീട്ടിൽ ബഹളം വയ്ക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ടും പൊതുവെ കാണുന്നുണ്ട്. കടമുള്ളവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇത് കഴിഞ്ഞാൽ രേവതിയാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ കുടുംബത്തിനകത്ത് ഒറ്റപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇവർ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാതെ എടുത്തു ചാടിയിട്ട് ഇപ്പോൾ ഭാര്യ പറയുന്ന അനുസരിക്കാത്ത ഭർത്താക്കന്മാരും ഭർത്താവ് പറയുന്ന അനുസരിക്കാത്ത ഭാര്യമാർക്കും തിരിച്ചടികളുണ്ടാവും. ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും പ്രയാസം പറയുകയും കുടുംബത്തിൽ കലഹം വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത്. ചിങ്ങമാസത്തിലെ 27 നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവരിതനുസരിച്ച് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുമ്പോൾ ആ കാര്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നിട്ട് 21-ാം തീയതി ഞാൻ ഇവിടെ താമരശ്ശേരി സിറ്റി മോളിൽ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ 25-ാം തീയതി പാലക്കാട്, 30-ാം തീയതി നമ്മൾ എറണാകുളം ഓഫീസിലും കാണും. നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് നേരിട്ട് കാണാം. അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സർവീസ് കിട്ടും. പിന്നെ വന്നിട്ട് കലാകൗമുദി ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ ഇത് വീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കൗമുദി ചാനലിലൂടെ നിങ്ങൾക്ക് കേരള കൗമുദിയുടെ കൗമുദി ചാനലിലൂടെ രാവിലെ 7:30 മണി മുതൽ 8 മണി വരെ ശനി, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങളുടെ സ്ഥലത്ത് ആ TV
കിട്ടുന്നില്ല, നിങ്ങളുടെ ചാനലിൽ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ BX TV, ഗൂഗിളിൽ പോയിട്ട് BX TV എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് BX TV വരും. അതിനകത്ത് മലയാളം ലൈവ് എന്ന് പറഞ്ഞ് കൊടുക്കുക. മലയാളം ലൈവിനകത്ത് കേരള മഹതി സെലക്ട് ചെയ്ത് കൊടുത്താൽ ലൈവായിട്ട് നിങ്ങൾക്ക് രാവിലെ 7:30 മുതൽ 8 മണി വരെ എൻ്റെ പ്രഭാഷണം, അറിവ് പകരുന്ന പ്രഭാഷണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളൂ. ഈ ചിങ്ങമാസം എല്ലാവർക്കും പൊതുവേ നല്ലതായിരിക്കട്ടെ. ഇത് കാര്യം കൂട്ടി മുൻകൂട്ടി പറഞ്ഞു തന്നേ ഉള്ളൂ, ഒരു ഇൻഡിക്കേഷൻ തന്നേ ഉള്ളൂ. അല്ലാതെ ഇതാരെയും ഭയപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ വേണ്ടിയുള്ള ഒരു ഇതല്ല. ഉള്ളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. കലിയ ജ്യോതിഷനുള്ളത് മുഖത്ത് നോക്കി പറയും, അത് ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കാത്തവനും ശത്രുവാകും. എല്ലാവർക്കും ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ളൊരു ഇതിവിടെ ഇല്ല. ഫീസ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് കലിയ ജ്യോതിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിടവും സൗജന്യമായിട്ട് കിട്ടുന്നില്ല. എനിക്കെല്ലായിടവും സൗജന്യമായിട്ട് കിട്ടിയാൽ ഞാനും എല്ലാവർക്കും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൽ മഹാദേവ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ഹര ഹര ശംഭോ മഹാദേവ്. ശിവ ശിവ ശംഭോ മഹാദേവ്. മാതേശ ശക്തി